നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി രാജ്യരക്ഷയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടുക്കിയിലെ കർഷക ആത്മഹത്യക്കെതിരെ മാർച്ച് 6-ന് കട്ടപ്പനയിൽ ഏകദിന ഉപവാസം നടത്തുമെന്നും രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ. ടി സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനും സാധ്യതാ പട്ടികയിലെന്ന സൂചന. ശിശുക്ഷേമ സമിതി അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകണമെന്ന് ഫാദർ തോമസ് ജോസഫ് തേരകം. ആവശ്യമുന്നയിച്ച് ഭരണ പ്രതിപക്ഷ നേതാക്കൾക്ക് നിവേദനം നൽകി. ഗ്രാമസംരക്ഷണ സമിതി രക്ഷാധികാരി ബെന്നി കൈനക്കലിനെതിരെ വനംവകുപ്പ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല. വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ബെന്നി കൈനക്കൽ. ആദിവാസികളെ വനത്തിൽ നിന്നും ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആദിവാസികളുടെ അപേക്ഷകൾ നിരസിച്ചതിന്റെ കാരണം സംസ്ഥാന സർക്കാർ ബോധ്യപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലത്തിന് പകരം സർക്കാർ കൈവശമുള്ള മറ്റിടങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവ് സി അഷ്റഫ്. വൈത്തിരി താലൂക്കിൽ തന്നെയുള്ള ഭൂമി അന്വേഷിച്ചുള്ള സർക്കാർ നീക്കം ദുരൂഹമെന്നും അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റി നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജവാന്മാരുടെ ധീരപോരാട്ടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സമീപനമാണ് മോദി സ്വീകരിക്കുന്നത്. കേരളത്തിൽ BJPയും CPMഉം ഒരേ അജണ്ടയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 5 വർഷം കൊണ്ട് മോദിയും RSSും BJPയും രാജ്യത്തെ തകർത്തു. രാജ്യത്തിന്റെ കാവൽക്കാരനായ പ്രധാനമന്ത്രി കള്ളനായാണ് റഫേൽ അഴിമതിയിലൂടെ കണ്ടത്. ഈ അഴിമതി തടയാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഫലമാണ്. BJPയെ പ്രതിരോധം സൃഷ്ടിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് പതിയണം. കേരളത്തിൽ BJPയും CPMഉം ഒരേ അജണ്ടയാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ മറ്റിടത്ത് കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാവുന്നില്ല. സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ പൊതുമനസ്സ് UDFനൊപ്പമെന്നാണ്. സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണ്. 1000 ദിവസം കൊണ്ട് 1000 പേർക്ക് പോലും ഒരു പ്രയോജനവുമില്ല. UDF സർക്കാർ ചെയ്തതെല്ലാം തങ്ങളുടെ ഭരണനേട്ടമാക്കുകയാണ് LDF ചെയ്യുന്നത്. ജനജീവിതം കൂടുതൽ പ്രയാസത്തിലായിരിക്കുകയാണ്. മുമ്പെങ്കുമില്ലാത്ത വിധം സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തി. 2 നിരപരാധികളായ ചെറുപ്പക്കാരെ കൊന്നാണ് LDF സർക്കാർ 1000 ദിനം ആഘോഷിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കൊലപാതക രാഷ്ട്രീയം CPMഉം വർഗീയ രാഷ്ട്രീയം BJPയും തുടരുകയാണ്. ഇന്ന് നിർഭാഗ്യവശാൽ CPM ആഗ്രഹിക്കുന്നതാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കണം. BJP ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കണം. BJPയും CPMഉം ഒരേ അജണ്ട വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പര ധാരണയുണ്ടാക്കാൻ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. പേരിയ കല്ലേട്ട് കൊലപാതകം നടത്തിയവരെ രക്ഷിക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് CPM ശ്രമിക്കുന്നത്. കുറ്റബോധം കൊണ്ടാണ് മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാത്തത്. മുഖ്യമന്ത്രിക്ക് ഒന്നും മറയ്ക്കാനോ പേടിക്കാനോ ഇല്ലെങ്കിൽ അന്വേഷണം CBIക്ക് വിടണം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ UDFന് വിശ്വാസമില്ല. CBI അന്വേഷണം തുടരുന്നതുവരെ കോൺഗ്രസും UDFും ശക്തമായ സമരം നടത്തും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ല. പോലീസ് അന്വേഷണത്തിലൂടെ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങൾ മുഴുവൻ രക്ഷപ്പെടുകയാണ്. എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു. ആദ്യം പിതാവിനെ പറഞ്ഞു ഞാനാണ് കൊന്നത്, ഇപ്പൊ പറയുന്നു ഞാനല്ല കൊന്നത്. കേരളം ഞെട്ടലോടുകൂടി കേട്ട ഈ 2 കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തെ പറ്റി എന്തുകൊണ്ട് ഗവൺമെന്റ് CBI അന്വേഷണം വിടുന്നില്ല? മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന MG ബിജു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA, AICC അംഗം PK ജയലക്ഷ്മി, KK അബ്രഹാം, MS വിശ്വനാഥൻ, TJ ഐസക്, NK വർഗീസ്, PV ജോർ, M വേണുഗോപാൽ, എക്കണ്ടി മൊയ്തുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി.
ഇടുക്കിയിലെ കർഷക ആത്മഹത്യ മാർച്ച് 6-ന് ഇടുക്കി കട്ടപ്പനയിൽ ഏകദിന ഉപവാസം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാനന്തവാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിൽ ഇപ്പോൾ നടക്കുന്നത് തുഗ്ലക് പരിഷ്കാരമാണെന്നും അത് പോലീസ് സേനയുടെ വീര്യം തകർക്കുമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന കോൺഗ്രസ് നേതാവ് OM ജോർജിനു വേണ്ടി ഇരയുടെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് റിമാൻഡിൽ കഴിയുന്ന INTUC ജില്ലാ ട്രഷറർ ഉമ്മർ കുണ്ടാട്ടിലിനെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇടുക്കി ജില്ലയിൽ മാത്രം 8 കർഷകരാണ് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ തികച്ചും നിഷേധാത്മകമായ നയമാണ് സ്വീകരിക്കുന്നത്. 5 ലക്ഷം വരെയുള്ള കർഷകന്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. സർഫാസി നിയമം യാതൊരു കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ബാങ്കുകൾ നടപ്പാക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന ആ യോഗം വിളിച്ചു കൂടി, എത്ര യോഗം കൂടി? മുഖ്യമന്ത്രി എത്രയോ യോഗങ്ങൾ കൂടി, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കർഷക ആത്മഹത്യകൾ നിർബാധം തുടരുകയാണ്. വയനാട്ടിലും ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ. അപ്പൊ ഈ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ടും സർക്കാർ കർഷകന്റെ കടം എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മാർച്ച് 6-ാം തീയതി കട്ടപ്പനയിൽ ഒരു ദിവസത്തെ ഉപവാസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക്. അവസാന ഘട്ടത്തിൽ T സിദ്ദിഖിനെയും ഷാനിമോൾ ഉസ്മാന്റെയും പേരാണ് ഉയർന്നു കേൾക്കുന്നത്. KC വേണുഗോപാൽ, K മുരളീധരൻ എന്നിവരുടെ പേരുകളും ചർച്ചയിൽ സജീവമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നിർണയമാണ് അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നത്. KPCC AICCക്ക് നൽകിയ ലിസ്റ്റിൽ 4 പേരുകളാണ് ജില്ലയിൽ നിന്നുള്ളത്. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ്, AICC അംഗം ഷാനിമോൾ ഉസ്മാൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, K മുരളീധരൻ എന്നിവരാണ് ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്നത്. ഇതിൽ KC വേണുഗോപാലും K മുരളീധരൻ മത്സരിക്കാൻ സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ T സിദ്ദിഖിൻ്റെയും ഷാനിമോൾ ഉസ്മാൻ്റെയും പേരിനാണ് മുൻതൂക്കം. കോഴിക്കോട്, വയനാട്, മലപ്പുറം മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റ് വയനാട് DCC നൽകിയിട്ടില്ല. KPCC നേരിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പരിഹരിച്ച് ഉടനെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. വയനാട് വിഷൻ, ബത്തേരി. ശിശുക്ഷേമ സമിതി അധ്യക്ഷ സ്ഥാനം തിരികെ നൽകണമെന്ന ആവശ്യവുമായി ഫാദർ അഡ്വക്കേറ്റ് തോമസ് ജോസഫ് തേരകം. കൊട്ടിയൂർ പീഡനക്കേസിൽ നിന്നും കുറ്റവിമുക്തനായതിനാൽ ശിശുക്ഷേമ സമിതി അധ്യക്ഷ സ്ഥാനം തിരികെ നൽകണമെന്നാണ് തോമസ് ജോസഫ് തേരകത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുള്ള നിവേദനം ഭരണ പ്രതിപക്ഷ നേതാക്കൾക്ക് കൈമാറി. 2017 മാർച്ച് 7-നാണ് കൊട്ടിയൂർ പീഡനക്കേസിൽ ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷനായിരുന്ന ഫാദർ അഡ്വക്കേറ്റ് തോമസ് ജോസഫ് തേരകം പ്രതി ചേർക്കപ്പെട്ടത്. കേസിലെ പ്രതിയായ ഫാദർ റോബിൻ വടക്കഞ്ചേരിയെ സഹായിച്ചുവെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ഇതിനെ തുടർന്ന് ഫാദർ അഡ്വക്കേറ്റ് തോമസ് ജോസഫ് തേരകത്തെ ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ഇതേ കേസിൽ ശിശുക്ഷേമ സമിതി മുന്നംഗം സിസ്റ്റർ ബെറ്റിയെയും ഒഴിവാക്കി. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റം തെളിയിക്കാനുമായില്ല. ഇതോടെ കേസ് പരിഗണിച്ച കോടതി ഇവരടക്കം പ്രതി ചേർക്കപ്പെട്ട 6 പേരെ വെറുതെ വിട്ടു. ഈ സാഹചര്യത്തിലാണ് താൻ വഹിച്ചിരുന്ന ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷ സ്ഥാനം തിരികെ നൽകണമെന്ന ആവശ്യവുമായി ഫാദർ തേരകം സർക്കാരിനെയും പ്രതിപക്ഷ നേതാവിനെയും സമീപിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർക്കും ഇന്ന് ജില്ലയിലെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഫാദർ തോമസ് ജോസഫ് തേരകം നിവേദനം നൽകി. ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധം നടന്നിട്ടുണ്ട്. ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ ഒരു കുറ്റാരോപിതനെ കേൾക്കാതെ ഒരു ഗവൺമെൻറ് തീരുമാനമെടുക്കുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളെ അന്ന് പുറത്താക്കിയ സർക്കാർ തന്നെ ഇന്ന് ഞങ്ങൾ കുറ്റവിമുക്തരായിട്ട് ബഹുമാനപ്പെട്ട കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തൽസ്ഥാനത്തേക്ക് കയറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇപ്പോഴിവിടെ കമ്മിറ്റി നിലവിൽ പുതിയ കമ്മിറ്റി വന്നിട്ടില്ല. കോഴിക്കോട് ചാർജ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇപ്പം ഞങ്ങൾക്ക് കയറ്റാൻ സാധിക്കും. പുതിയ കമ്മിറ്റികളൊക്കെ എന്തെങ്കിലും രൂപീകരിക്കട്ടെ, അന്ന് ഞങ്ങൾക്ക് പുറത്താകുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം അതൊരു സ്വാഭാവിക നീതിയിലാണ്. അത് സർക്കാർ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ ഒരു വിചാരവും ആഗ്രഹവും. അതെ. വയനാട് വിഷൻ, ബത്തേരി. ഗ്രാമസംരക്ഷണ സമിതി രക്ഷാധികാരി ബെന്നി കൈനക്കലിനെതിരെ വനംവകുപ്പ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല. വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ബെന്നി കൈനക്കൽ. തനിക്കെതിരെ വനംവകുപ്പ് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി കേസെടുക്കാതെ പോലീസ് തള്ളിയിരിക്കുകയാണ്. വനം സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വനംവകുപ്പുമായി ചേർന്ന് തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കെതിരെ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതി കേസെടുക്കാതെ പോലീസ് ഇന്ന് തള്ളിയിരിക്കുകയാണ്. ഒരു ജനകീയ വിഷയത്തിൽ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വനം വകുപ്പ്
ഇനിയെങ്കിലും ഇത്തരം നടപടിയുമായി മുൻപോട്ട് പോകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എന്നെ സംബന്ധിച്ച് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വനവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ വനം സംരക്ഷിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ വനം വകുപ്പിൻ്റെ ഇത്തരം ധിക്കാരപരമായ നടപടിയിൽ പ്രതിഷേധമുള്ളപ്പോൾ തന്നെ ഈ വനം സംരക്ഷിക്കുന്ന വിഷയവുമായി അവരുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് നിരപരാധികളായ ആളുകളുടെ പേരിൽ ഇത്തരം കള്ളക്കേസ് എടുക്കുമ്പോൾ അത് ഒന്നുകൂടി വളരെ കൃത്യതയോടുകൂടി ആലോചിച്ച് മുൻപോട്ട് പോകണം എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആദിവാസികളെ വനത്തിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആദിവാസികളുടെ അപേക്ഷകൾ നിരസിച്ചതിന്റെ കാരണം സംസ്ഥാന സർക്കാർ ബോധ്യപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കേന്ദ്ര വനാവകാശ നിയമത്തിന്റെ പരിരക്ഷ എന്തുകൊണ്ട് ആദിവാസികൾക്ക് ലഭിച്ചില്ലെന്നും വ്യക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു. ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും നൽകിയ ഹർജികളാണ് കോടതി പരിഗണിച്ചത്. ഹർജികൾ ജൂലൈ 10 വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ 894 ആദിവാസി കുടുംബങ്ങളുടെ അപേക്ഷയും നിരസിക്കപ്പെട്ടവയിൽ ഉണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് ജില്ലയ്ക്കായി അനുവദിച്ച സർക്കാർ മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലത്തിന് പകരം വൈത്തിരി താലൂക്കിൽ തന്നെ ഭൂമി അന്വേഷിച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കം ദുരൂഹമാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ സി അഷ്റഫ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലയിൽ സർക്കാർ കൈവശമുള്ള ഭൂമി മെഡിക്കൽ കോളേജിനായി ഉപയോഗപ്പെടുത്തണം. മെഡിക്കൽ കോളേജിനായി സ്ഥിരം കെട്ടിടങ്ങൾ പൂർത്തിയാകും വരെ നല്ലൂർനാട് ക്യാൻസർ കെയർ സെന്ററിനോട് ചേർന്നുള്ള 7 ഏക്കറോളം ഭൂമി പ്രയോജനപ്പെടുത്തി കോളേജിന്റെ പ്രവർത്തനം ജില്ലാ ആശുപത്രിയെ കൂടി ഉപയോഗപ്പെടുത്തി നല്ലൂർനാട്ടിൽ തുടങ്ങണമെന്നും സി അഷ്റഫ് ആവശ്യപ്പെട്ടു. വൈത്തിരി താലൂക്കിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 50 ഏക്കർ സർക്കാർ വിലയ്ക്ക് ലഭ്യമാക്കാൻ നൽകാൻ തയ്യാറുള്ളവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടൊരു ഉത്തരവുണ്ട്. അത് തീർത്തും ദുരൂഹപരവും വളരെ പ്രതിഷേധാർഹവുമായ ഒരു ഉത്തരവാണ്. വയനാട് ജില്ലക്കാണ് മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. അന്ന് വയനാട് ജില്ലയിലെ മുഴുവൻ താലൂക്കിലും 3 താലൂക്കിലും ഇതിനനുയോജ്യമായ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് സൗജന്യമായി സ്ഥലം നൽകുന്നു എന്നതിൻ്റെ പേരിൽ അവിടെ കൽപ്പറ്റയിൽ മെഡിക്കൽ കോളേജ് നടത്തുവാൻ തീരുമാനിച്ചു. അപ്പോൾ മാനന്തവാടിയിലും ബത്തേരിയിലും അടക്കമുള്ള ജില്ലയിലെ 3 താലൂക്കുകളിലും അനുയോജ്യമായ സ്ഥലങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടൊരു മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ആ ഉത്തരവ് പുനഃപരിശോധിച്ചുകൊണ്ട് വയനാട് ജില്ലയെ മുഴുവനായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുവാനുള്ള തീരുമാനമെടുക്കണം. കനത്ത വേനലിൽ പുഴ വറ്റിയതോടെ ബാണാസുര ഡാം തുറക്കണമെന്ന ആവശ്യം ശക്തം. ഡാമിൽ നിന്നും വരുന്ന പുഴയിൽ മുള്ളങ്കണ്ടി പാലത്തിന് സമീപത്താണ് പടിഞ്ഞാറത്തറ തരിയോട് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിക്കുള്ള കിണറും പമ്പ് ഹൗസും സ്ഥാപിച്ചിരിക്കുന്നത്. വേനൽ കനത്തതോടെ കിണറുകളിലെ വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബാണാസുര ഡാം തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത വേനലിൽ പുഴ വറ്റിയതോടെ ബാണാസുര ഡാം തുറക്കണമെന്ന ആവശ്യം ശക്തമായി. ഡാമിൽ നിന്നും വരുന്ന പുഴയിൽ മുള്ളങ്കണ്ടി പാലത്തിന് സമീപത്താണ് പടിഞ്ഞാറത്തറ തരിയോട് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിക്കുള്ള കിണറും പമ്പ് ഹൗസും സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ടാങ്കുകളിൽ വെള്ളം എത്തിച്ചാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. പുഴ പാടെ വറ്റിയതോടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള കിണറിൽ വെള്ളം കുറഞ്ഞ നിലയിലായിരിക്കുകയാണ്. 2 മോട്ടോറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവയിൽ 90 കുതിരശക്തിയുള്ള മോട്ടോർ ഉപയോഗിച്ച് ദിവസം മുഴുവൻ വെള്ളം പമ്പ് ചെയ്യാൻ മാത്രമാണ് എല്ലാ ഭാഗങ്ങളിലും ആവശ്യത്തിന് വെള്ളം എത്തുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ 70 HT മോട്ടോർ 3 മണിക്കൂർ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. ഇതോടെ ഈ കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരുടെ ദുരിതം ഇരട്ടിയായി. മലവെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഉണ്ടെങ്കിലും കനത്ത വെയിലും കാട്ടുതീയും കാരണം നീരുറവകൾ വറ്റിയതോടെ അവർക്കും ഈ കുടിവെള്ള പദ്ധതി മാത്രമാണ് ആശ്രയമായി മാറിയിരിക്കുന്നത്. മഴ ഒട്ടും ലഭിക്കാതായതോടെ വരൾച്ച കൂടുതൽ രൂക്ഷമാകുകയാണ്. പുഴ വറ്റിയതോടെ പ്രദേശത്തെ കിണറുകളെല്ലാം വെള്ളമില്ലാത്ത അവസ്ഥയിലായി. കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ വൻ പ്രതിഷേധമായി നാട്ടുകാർ രംഗത്തെത്തിയതിനെ തുടർന്ന് ഡാം തുറക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നയിച്ചുകൊണ്ട് ഡാം അധികൃതർക്കും കലക്ടർക്കും പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ട്. ഡാം തുറന്ന പ്രദേശത്തെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയർന്നത്. ബാണാസുര സാഗർ ഡാം പടിഞ്ഞാറത്തറയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. ഇതിൻ്റെ കമ്മീഷൻ കഴിഞ്ഞതോടുകൂടെ കൃത്യമായി ഈ
ഡാമിൽ സംഭരിക്കുന്ന വെള്ളം വേനൽക്കാലത്ത് കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യത്തിനും വേണ്ടി ഇത്ര TMC വെള്ളം കിഴക്കോട്ട് ഒഴുക്കി വിടണമെന്ന് കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ സുപ്രീം കോടതി വിധിയെപ്പോലും ലംഘിച്ചുകൊണ്ട് ഈ വെള്ളം ഗതി തിരിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മഴക്കാല സമയത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരനുമതിയുമില്ലാതെയാണ് ഷട്ടർ തുറന്നതെങ്കിൽ വേനൽക്കാലത്ത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് മേലധികാരികളുടെ സമ്മതം മൂലം മാത്രമാണ് ഷട്ടർ തുറക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് KSEBയുടെ അധികൃതർ പറയുന്നത്. KSEBയുടെ ഷട്ടർ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടിട്ടില്ലെങ്കിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പടിഞ്ഞാറത്തറയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട് വിഷൻ പടിഞ്ഞാറത്തറ. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ബാണാസുര ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. പ്രതിദിനം 25,000 ക്യൂബിക് മീറ്റർ ജലമാണ് തുറന്നുവിടുക. ജൂൺ വരെ ഇത് തുടരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ സർഗാത്മക രചനകൾക്ക് പ്രാധാന്യം നൽകി ജില്ലയ്ക്ക് തന്നെ മാതൃകയായി കല്ലിങ്കര ഗവൺമെന്റ് UP സ്കൂൾ. മുഖ്യമന്ത്രി, ഗവർണർ, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയവരുടെ ആശംസകളോടെ രചന 2019 എന്ന സ്കൂൾ മാഗസിൻ പുറത്തിറക്കി. ഇത് 2ാം വർഷമാണ് ഇത്തരത്തിൽ മാഗസിൻ പുറത്തിറക്കുന്നത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് കല്ലിങ്കര UP സ്കൂളിൽ വിദ്യാർത്ഥികളെ സർഗാത്മക രചനകൾക്ക് പ്രാപ്തരാക്കുന്നത്. ഓരോ മാസവും ക്ലാസ് മാഗസിനുകൾ നിർമ്മിക്കും. കഥകൾ, കവിതകൾ, അനുഭവങ്ങൾ തുടങ്ങിയവ രചിച്ച് ഓരോ വിദ്യാർത്ഥിയും പങ്കാളിയാകും. ഇവ ക്ലാസ്സിൽ തന്നെ അവതരിപ്പിച്ചും ചർച്ച ചെയ്തും അധ്യാപകരും വിദ്യാർത്ഥികളും സംവദിക്കും. ഓരോ കുട്ടിയുടെയും നിരീക്ഷണങ്ങളും ചിന്തകളുമെല്ലാം അക്ഷരങ്ങളായി വിടരും. ഇത് കുട്ടിയുടെ ഭാഷാശേഷിയും ചിന്താശേഷിയും ഉയർത്തും. ജില്ലയിൽ തന്നെ സർഗശേഷി ഉയർത്താൻ നിരന്തര പ്രവർത്തനം നടത്തുന്ന അപൂർവ വിദ്യാലയങ്ങളിലൊന്നാണ് കല്ലിങ്കര. ഓരോ വിദ്യാർത്ഥിയും ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയും അക്ഷരങ്ങളുടെ വർണ്ണലോകത്ത് പാറി നടക്കാൻ അവസരമൊരുക്കുകയാണ് ഈ വിദ്യാലയം. ഞങ്ങളുടെ ക്ലാസ് മാഗസിൻ നടത്താറുണ്ട്. അതിന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങളുടെ രചന 2019 എന്ന പേരിൽ സ്കൂൾ മാഗസിൻ പുറത്തിറക്കിയിരിക്കുന്നത്. അത് പ്രീ പ്രൈമറി LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ അധ്യാപകരും പ്രവർത്തിക്കുമ്പോൾ തികച്ചും അനുകരിക്കാവുന്ന മാതൃകയാവുകയാണ് ഈ വിദ്യാലയം. എല്ലാ മാസവും എല്ലാ കുട്ടികളും അവരുടെ രചനകൾ പങ്കുവെച്ചുകൊണ്ട് ക്ലാസ് മാഗസിനുകൾ തയ്യാറാക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അത് നല്ലൊരു ഭാഷാ പ്രവർത്തനമായിട്ട് കുട്ടികൾക്ക് തന്നെ ആസ്വാദികരമായി അനുഭവപ്പെടുന്നുണ്ട്. അതിൽ ചിത്രങ്ങളുണ്ട്, അതുപോലെ കവിതകളുണ്ട്, കഥകളുണ്ട്, അവരുടെ അനുഭവങ്ങളുണ്ട്, അതുപോലെ വായനാക്കുറിപ്പുകളുണ്ട്. അതെല്ലാം നല്ലൊരു രീതിയിൽ നടക്കുന്നുണ്ട്. വർഷാവസാനം ആവുന്ന സമയത്ത് വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന രീതിയിലാണ് നമ്മൾ സ്കൂൾ മാഗസിൻ തയ്യാറാക്കുന്നത്. ഈ സ്കൂൾ മാഗസിനിലേക്ക് ക്ലാസ് മാഗസിനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാധനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ മാഗസിൻ രചന 2019 നമ്മുടെ കേരള ഗവർണർ, അതുപോലെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ എല്ലാവരും ആശംസകൾ നമുക്ക് അയച്ചു തന്നു. വയനാട് വിഷൻ, ചീരാൽ. ദേശീയ ഇൻസ്പയർ അവാർഡ് നേടിയ ബത്തേരി ബീനാച്ചി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് അൻസിൽ, അനഘ വിനോദ് എന്നിവർക്ക് വരവേൽപ്പും അനുമോദനവും ശാസ്ത്രയാനം ജില്ലാതല സെമിനാറും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. ബീനാച്ചി സ്കൂളിൽ നടന്ന പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക മേഖലയിൽ നിന്ന് നമ്മുടെ രാജ്യം അതിവേഗം ഉയർന്നു പോകുന്ന ഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ അധ്യാപകരും PTAയുടെ പരിശ്രമത്തിന് ഫലമായിട്ടാണ് 2 ജേതാക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുവേണ്ടി പ്രയത്നിച്ച ഇവിടുത്തെ മുഴുവനും അധ്യാപകരെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചുമക്കളെ ഇനിയും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നഗരസഭാ കൗൺസിലർ ഷബീർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഉപഹാര സമർപ്പണം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സഹദേവനും ശാസ്ത്രായനം ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ K പ്രഭാകരനും MEC ഉപഹാര സമർപ്പണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സ ജോസും നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ഉദയ ഫുട്ബോളിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അറക്കൽ കുടുംബം മാർച്ച് 2 നടത്തുന്ന സമൂഹ വിവാഹത്തിന്റെ ആഭരണങ്ങൾ കൈമാറി. അറക്കൽ പാലസിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആഭരണങ്ങൾ വധൂവരന്മാർക്ക് നൽകി. IC ബാലകൃഷ്ണൻ MLA, മുൻമന്ത്രി PK ജയലക്ഷ്മി, അറക്കൽ ജോണി, P ഷംസുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജില്ലാ സിറ്റിംഗ് നടത്തി.
ബത്തേരി ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിൽ ചെയർപേഴ്സൺ ചിന്ത ജെറോം, അംഗങ്ങളായ വിനിൽ, അബ്ദുള്ള നവാസ്, വിദ്യ, സെക്രട്ടറി TK ജയശ്രീ, ACO സീന എന്നിവർ പങ്കെടുത്തു. സിറ്റിംഗിൽ 6 കേസുകളാണ് പരിഗണിച്ചത്. 18നും 40നും ഇടയിലുള്ള യുവതി യുവാക്കളുടെ പരാതികളാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സിറ്റിംഗിന്റെ ഭാഗമായാണ് ജില്ലയിൽ ഇന്ന് സിറ്റിംഗ് നടത്തിയത്. ബത്തേരി നഗരസഭയിലെ പട്ടികവർഗ അയൽക്കൂട്ടങ്ങളുടെ സംഗമം ബത്തേരിയിൽ നടത്തി. നഗരസഭാ ഹാളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർമാൻ TL സാബു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ നീതു മനോജ് അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ നീതു മനോജ്, സാലി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ 300ഓളം പേർ പങ്കെടുത്തു. വടക്കനാട് കൊമ്പനെ പിടികൂടാത്ത വനം വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നൂൽപ്പുഴ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മണിക്ക് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന UDF കൺവീനറും പഞ്ചായത്ത് മെമ്പറുമായ ബെന്നി കൈനക്കലിനെ പ്രേരണാകുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത നടപടി പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 2-ാം തീയതി നാളെ രാവിലെ 10 മണിക്ക് സുൽത്താൻ ബത്തേരി DFO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ അടുത്തായി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി പൊതുപ്രവർത്തകരെയും കർഷകരെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിന് ചുറ്റും അധിവസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് വനം വകുപ്പിൻ്റെ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് നമ്മുടെ കൈനിക്കൽ ബെന്നി, UDFന്റെ നൂൽപ്പുഴ പഞ്ചായത്തിലെ സമുന്നതനായ നേതാവ്. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ആരംഭിച്ചു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൽസി സണ്ണി അധ്യക്ഷത വഹിച്ചു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ്, രോഷ്ന യൂസഫ്, വിജയകുമാരി, T ഹംസ, PC അയ്യപ്പൻ, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തവാടി ബ്ലോക്ക് ലെവൽ കിസാൻ ഗോഷ്ഠി പരിപാടി പ്രകാരം 2 ദിവസമായി തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടത്തിവന്ന ഭക്ഷ്യപ്രദർശനവും മേളയും സമാപിച്ചു. CDS സഹകരണത്തോടുകൂടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള കർഷകരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന പരിപാടിയാണ് നടത്തിയത്. പായസ വിഭാഗത്തിലും കേക്ക് വിഭാഗത്തിലും മത്സരം നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 18-19 വർഷത്തിൽ ഏകദേശം 3 ലക്ഷത്തോളം പച്ചക്കറി തൈകളാണ് ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും ചേർന്ന് തവഞ്ഞാൽ പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളിൽ കൊടുത്തത്. അതിൻ്റെ ഒരു എത്രമാത്രം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ വാർഡുകളിൽ നിന്നും വിവിധങ്ങളായ പച്ചക്കറി ജൈവിക രീതിയിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇന്നലെ വിപണനം നടത്തി. എല്ലാ വാർഡിൽ നിന്നും കൊണ്ടുവന്ന പച്ചക്കറികൾ ഉച്ചയോടുകൂടി തന്നെ മുഴുവൻ വിറ്റഴിക്കാൻ സാധിച്ചു. അപ്പോൾ കൃഷി വകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും അപ്പോൾ CDSൻ്റെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തന്നെയാണ് 2 ദിവസങ്ങളായി ഈ തലപ്പുഴ ടൗണിൽ കാണുവാൻ സാധിച്ചത്. കുടുംബശ്രീകളുടെ അംഗങ്ങളെ ഏറ്റവും ആത്മാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥികളും അതോടൊപ്പം തന്നെ കൃഷി ബിസിനസ് സമിതി അംഗങ്ങളും ഒക്കെ ചേർന്നെന്നുള്ളൊരു സജീവത ഈ പ്രവർത്തനം ഉടനീളം കാണാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ഞങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല തവഞ്ഞാൽ പഞ്ചായത്തിലെ എല്ലാവർക്കും അഭിമാനിക്കത്തക്ക തരത്തിലുള്ള ഒരു ദിവസങ്ങളാണ് ഇന്നലെ ഇന്നുമായി ഇവിടെ കടന്നുപോയി. ജില്ലാ വനിതാ സെല്ലിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പരിശീലന പരിപാടിയായ പെണ്ണൊരുമയുടെ ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റ SKMJ സ്കൂൾ ഹാളിൽ വെച്ച് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് മൊയ്തീൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ നിർഭയ സെല്ലിന്റെ പ്രവർത്തനങ്ങളുമായി തുടക്കകാലം മുതൽ പോലീസിന്റെ ഭാഗമായി പ്രവർത്തിച്ച P മോളി, K ഷൈന, V ഉമ്മയ്യപ്പ, K ഷാരു, M ബബിത തുടങ്ങിയവരെ ആദരിച്ചു. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെയും വനിതാ സെല്ലിലെയും വനിതാ ഓഫീസർമാർ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ എടുത്തു. പുതിയ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അത് വിചാരിക്കും നമ്മളിപ്പോൾ ഡിഫൻസ് എടുക്കുന്നത് ഡിഫൻസീവ് ലൈനിൽ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടെന്ന് വിചാരിക്കും. തീർച്ചയായും കുട്ടികൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. വളരെ വിരളമായി വരുന്ന ചില അറ്റാക്കുകളോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസസോ ഒക്കെ എങ്ങനെ നേരിടണമെന്നുള്ള നിങ്ങളൊരു പ്രിപ്പയർഡ് ആയിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളോ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ വ്യാപകമായി ആക്രമിക്കപ്പെടുക എന്നുള്ള ഒരു സാഹചര്യവും നമ്മൾ നാട്ടിൽ. സ്പോർട്സ്. വയനാടൻ ഫുട്ബോളിന് പുത്തൻ ഉണർവേകിയ വെള്ളമുണ്ട അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 5000-ത്തിലധികം കാണികളാണ് ഫൈനൽ മത്സരം കാണാനായി എത്തിയത്. ഫൈനലിൽ റോയൽ
ട്രാവൽസ് കോഴിക്കോടിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ചാമ്പ്യന്മാരായത്. വയനാടിന്റെ ഫുട്ബോൾ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ടാണ് വെള്ളമുണ്ടയിൽ ആരവം 2019 അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചത്. സംസ്ഥാനത്ത് തന്നെ മികച്ച ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ടൂർണമെന്റ് നടത്താൻ സാധിച്ചത് സംഘാടക സമിതിയുടെ വിജയമാണ്. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാൻസലേഴ്സ് ക്ലബ്ബ് വെള്ളമുണ്ട ഇവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഫുട്ബോൾ ടൂർണമെന്റ് വയനാടൻ ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതി. ഇത്രത്തോളം വിദേശ താരങ്ങൾ അണിനിരന്നതും കേരളത്തിലെ പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ കളത്തിൽ ഇറങ്ങിയതും അന്യജില്ലയിൽ നിന്ന് പോലും കാണികളെ വയനാട്ടിലേക്ക് ആകർഷിക്കാൻ കാരണമായി. ഇന്നലെ 10,000-ഓളം കാണികളാണ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും വിജയമാക്കി തരുന്നതിൽ വളരെയധികം സന്തോഷവും, ഞങ്ങൾ ഓഫർ ചെയ്ത 5 വീടുകൾ 5 മാസം കൊണ്ട് പൂർത്തീകരിക്കുകയും അതിന് എല്ലാവിധ സപ്പോർട്ടും ഈ നാട്ടിലെയും വയനാട്ടിലെയും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഇതിലും വലിയൊരു സംരംഭമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വരാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടെ ഈ ബസ്സിൽ അവർത്തപ്പെടുന്നു. വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് ഈ വയനാട് ജില്ലയിലെയും പരിസരത്തുള്ള ജില്ലകളിലെയും ഈ വെള്ളമുണ്ട പ്രദേശത്തെയും ജനങ്ങൾ ഈ ടൂർണമെൻറ്റിന് നൽകിയിട്ടുള്ളത്. വലിയ രൂപത്തിൽ നെഞ്ചേറ്റിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള കാണികളുടെ നിരന്തരമുള്ള പ്രവാഹം തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് വരിക 100-100 കിലോമീറ്റർ ഓടിക്കണ്ട് കാണാൻ ഫൈനൽ കാണാൻ ഈ ഫൈനൽ കാണാൻ വേണ്ടി ആയിട്ടിട്ട് വന്നത്. അതുകൊണ്ട് പിന്നെ അടുത്ത ഭാവിയിലും ഈ ടൂർണമെൻറ്റ് കേരളത്തിലെ മേജർ ടൂർണമെൻറ്റിലൊന്നും ആവും. അതിനുവേണ്ടി ജഗദീശൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. കലാകാരന്മാരുടെ കലാപരിപാടികളും മാനത്ത് വർണ്ണവിസ്മയം തീർത്ത വെടിക്കെട്ടും കാണികൾക്ക് ആവേശം നൽകി. ഇന്നലെ നടന്ന സമാപന സമ്മേളനം കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P തങ്കമണി, മാനന്തവാടി സബ് കളക്ടർ NSK ഉമേഷ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ടൂർണമെന്റ് നടക്കുന്ന പല ദിവസങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിനും അത് കൃത്യമായി രോഗികൾക്ക് നൽകാൻ സാധിച്ചതും സംഘാടകർക്ക് MLA അടക്കമുള്ള ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റാനും കാരണമാണ്. ഫുട്ബോൾ മേളകൾ നാടിന് മാതൃകയായും ഗുണപരമായും എങ്ങനെ നടത്താമെന്നതിന്റെ തെളിവ് കൂടിയാണ് വെള്ളമുണ്ടയിലെ ഈ ഫുട്ബോൾ മേള. വിജിത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. Super Studio Malappuram. Number 1 Nasir, number 5 Haider, number 6 right wing back Fahad, number 4 Rainshad left wing back. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി രാജ്യരക്ഷയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടുക്കിയിലെ കർഷക ആത്മഹത്യക്കെതിരെ മാർച്ച് 6-ന് കട്ടപ്പനയിൽ ഏകദിന ഉപവാസം നടത്തുമെന്നും രമേശ് ചെന്നിത്തല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ. T സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനും സാധ്യതാ പട്ടികയിലെന്ന സൂചന. ശിശുക്ഷേമ സമിതി അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകണമെന്ന് ഫാദർ തോമസ് ജോസഫ് തേരകം. ആവശ്യമുന്നയിച്ച് ഭരണ പ്രതിപക്ഷ നേതാക്കൾക്ക് നിവേദനം നൽകി. ഗ്രാമസംരക്ഷണ സമിതി രക്ഷാധികാരി ബെന്നി കൈനക്കലിനെതിരെ വനംവകുപ്പ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല. വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ബെന്നി കൈനക്കൽ. ആദിവാസികളെ വനത്തിൽ നിന്നും ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആദിവാസികളുടെ അപേക്ഷകൾ നിരസിച്ചതിന്റെ കാരണം സംസ്ഥാന സർക്കാർ ബോധ്യപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലത്തിന് പകരം സർക്കാർ കൈവശമുള്ള മറ്റിടങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് ദുരൂഹമെന്ന് കോൺഗ്രസ് നേതാവ് C അഷ്റഫ്. വൈത്തിരി താലൂക്കിൽ തന്നെയുള്ള ഭൂമി അന്വേഷിച്ചുള്ള സർക്കാർ നീക്കം ദുരൂഹമെന്നും അദ്ദേഹം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.